അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ കുൽസിത ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം മസ്താനിയാണോ, മസ്താനിയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണോ അനുമോള് പൊട്ടിച്ചെന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ആ സംശയമൊന്നും വേണ്ട. ഇത് കുറച്ച് കാലമായിട്ട് അനുമോള് കൊണ്ട് നടക്കുന്ന ഒരു ബോംബെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അനുമോളെ എനിക്ക് സത്യം പറഞ്ഞാൽ വിളിക്കേണ്ട പേര് ഞാൻ തുടക്കത്തിൽ പറയാതിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വീഡിയോയിൽ ചിലപ്പോൾ എൻ്റെ കൺട്രോൾ പോയാൽ ഞാൻ വിളിക്കും. അതിനിപ്പോൾ ഇനി ഫാൻസോ BRO കിടന്നിട്ട് ഇന്ന അവിടെ കിടന്ന് എന്ത് മെഴുകി അവരാച്ചാലും എനിക്ക് കുഴപ്പമില്ല. അമ്മാതിരി കമ്പിക്കഥയാണ് അതിനകത്ത് അനുമോൾ ഇരുന്ന് അടിച്ചിറക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇതിന് കൂട്ടുപിടിച്ചിട്ട് വേറെ കുറേ വേറെ മക്കൾ. അപ്പം ഇന്ന് പ്രമോ വന്നു. പ്രമോനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റ് അല്ലേ? ആര്യനും അനുമോളും തമ്മിലുള്ള ഒരു ഭയങ്കര ഒരു വെർബൽ സ്പാറ്റിൽ നിന്ന് മാറിയിട്ട് പിന്നെ അതൊരു ഫിസിക്കലിലേക്ക് പോയോ എന്നുള്ള രീതിയിലാണ് നമുക്കത് കണ്ടത്. ഇപ്പോൾ ലൈവ് കണ്ട ആൾക്കാർ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവാണ്. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവാണ് പറയുന്നത്. ഓക്കെ, ഈ ബിഗ് ബോസ് ഷോനകത്ത് 72 ക്യാമറ ഉണ്ട്. ഓക്കെ, ഈ 72 ക്യാമറ നോക്കാൻ ആൾക്കാരും ഉണ്ട്, ഇതിൻ്റെ ക്രിയേറ്റേഴ്സും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ ഈ വീട്ടിനകത്തേക്ക് കല്യാണം കഴിച്ചതും കഴിക്കാത്തതുമായിട്ട് ഈ നിയമപരമായിട്ട് നമ്മൾ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണല്ലോ അതിനകത്തേക്ക് കയറ്റി വിടുന്നത്. ദേ ഹാവ് ദെയർ ഫ്രീഡം. മനസ്സിലായോ? ആ ഷോനകത്ത് ഒരു ലിമിറ്റ് വിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് ആസ്പെക്റ്റിലാണെന്നുണ്ടെങ്കിലും അവരത് വാൺ ചെയ്യും. ഞാൻ ഈ ഷോ കഴിഞ്ഞ് വന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? ഈ അനുമോളെ പോലെ ഈ മനസ്സിനകത്ത് ഒരുമാതിരി മോറൽ പോലീസിങ്, ഈ സദാചാര പോലീസ് കൊണ്ട് നടക്കുന്ന അമ്മായി വർത്താനം പറയുന്ന ഇങ്ങനത്തെ അമ്മായിമാരുണ്ടല്ലോ, ഇവിടെ കയറിയിട്ട് ആരെക്കുറിച്ചും ലൈഫ് തുലയ്ക്കാന്നുള്ള രീതിയിൽ ഇമാതിരി തെമ്മാടിത്തരം വിളിച്ച് പറഞ്ഞിട്ട് അത് വട്ടം കൂടി ഇരുന്ന് അതിന് കൈയടിച്ചു, അതിന് പ്രോത്സാഹിപ്പിച്ചും അതിന് കുറേ ഇരുന്ന് ഘോരഘോരം വർത്താനം പറയുന്ന കുറേ വേറെ ടീമും കൂടി ഇന്ന് കാണിച്ചു കൂട്ടിയതുണ്ടല്ലോ. ലിറ്ററലി മോറൽ പോലീസിങ്, സദാചാര ഗുണ്ടായിസമാണ് ഇന്ന് അതിനകത്ത് നടന്നിട്ടുള്ളത്. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യാനും മെഴുകാനും PR ടീംസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാല്ല മക്കളെ. അതൊക്കെ നാട്ടുകാരിലോട് നമസ്കാരം പറഞ്ഞ് വിടാനേ അതിന് ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് ഇപ്പം നടന്ന ഐറ്റം? ഒന്നുമില്ല, ചാനലിന്റെ റേറ്റിംഗ് അനുമോളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അനുമോളതാണല്ലോ പറഞ്ഞത് കഴിഞ്ഞ ദിവസം. അപ്പൊ പിന്നെ അതിന് വേണ്ടിട്ട് എന്തും ചെയ്യാൻ അനുമോള് തയ്യാറാവണം. കാരണം അതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ചാനലിന്റെ റേറ്റിംഗിന് ഇങ്ങനെ ചെയ്ത അനുമോൾ ഇനി നാളെ എന്തൊക്കെ ചെയ്യുന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒരു ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരൊരു കുലയാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിലുള്ള ഒരു പ്രോമാക്സ് മറ്റേ സദാചാര കുലയാണ് എന്നുള്ളത് ഇന്നാണ് മനസ്സിലായത്. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം വരുന്നത് നിങ്ങൾക്ക് എവിടുന്നാണെന്ന് അറിയോ? ഇന്നലെ രാത്രിയുള്ള ഡിസ്കഷനാണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത്. അതായത് മസ്താനി വന്നിട്ട് ഈ ബ്ലാങ്കറ്റിന്റെ സാധനം ഇട്ടത് മുതലാണ് അനുമോളെ മറ്റേ മനസ്സിൽ എന്റെ മനസ്സിൽ ലെഡ് പൊട്ടി, ഞാൻ വിചാരിച്ചത് സത്യമാണ് എന്നുള്ള സാധനം ആർക്ക് പൊട്ടുന്നത്? അനുമോക്ക് പൊട്ടുന്നത്. അതിനുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാട്ടാ. ഇതാണ് ഇന്നലെ രാത്രി നടന്ന ഐറ്റം. ചോദിച്ചത് എന്നെ ആര്യയുടെ പേര് വെച്ച് കളിയാക്കുമ്പോൾ എനിക്ക് ഇത് എടുത്തിടാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇത്ര ദിവസം. ഇടാതെ വെറുതെ ഞാൻ എന്റെ വായിൽ നിന്ന് കിട്ടിയിട്ട് എന്റെ വായിൽ നിന്ന് വെറുതെ വീണ് ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2-3 ദിവസമായിട്ട് ഒരുമിച്ചാണ് ഞാൻ കണ്ടല്ലോ. എത്ര ദിവസം വെച്ച് ദിവസം കൊണ്ട് എന്താ പരിപാടി? ഇന്നലെ നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട്. ഞങ്ങളും കണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന കൂടുതൽ സംസാരമൊന്നും വേണ്ടെന്ന് എന്നെയാണ് ഇന്നിപ്പോ ജിസി കണ്ടിട്ട് കിടന്നപ്പോ എന്നെ ആഴി വെച്ച് പറഞ്ഞത് ഇങ്ങനെ ലവ് ട്രാക്ക് വലിക്കുന്നുണ്ടോന്നൊക്കെ എന്നെ ചോദിച്ചു. പക്ഷെ എനിക്ക് ഈ കാര്യം എടുത്തിരുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇട്ടില്ല. കാരണം അതെന്റെ ഒരു മര്യാദയാണ് അങ്ങനെ പറയുന്നത്. ഷോ കണ്ട് കിടന്നുറങ്ങാണ്. അതെന്താണ് ചിലപ്പോ നമുക്ക് തോന്നുന്നതാണോ ഒന്നും അറിയില്ല. അത് എന്താണ് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ വാച്ച് ചെയ്തു കുറച്ചു നേരം. 2 ദിവസം ഇവള് ഇന്നലെ ഉണ്ടായിരുന്നില്ല ശൈത്യന്റെ കൂടെ. അപ്പൊ എനിക്ക് നന്നായിട്ട്, അല്ലെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ട് നമ്മൾ വാച്ച്. ഈ ഒരു ക്ലിപ്പിന് ഇമ്പോർട്ടൻസ് എന്താ പറയുക? ഇതിനകത്ത് അഭിലാഷ് ഉണ്ട്, ഷാനവാസ് ഉണ്ട്, ആദിലുണ്ട്, ഒനീലുണ്ട്. ഇവരുടെ മുന്നിൽ നിന്നാണ് ആര് പറയണേ? ഈ അനുമോള് നിന്നിട്ട് ഈ പറഞ്ഞ് ഞാൻ അങ്ങനെ കണ്ടു, ഷോ കണ്ടു എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഈ ഒനീൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ ഒനീലാണ് ഇന്ന് അവിടെ വന്നിട്ട് അനുമോള് പറഞ്ഞ സമയത്ത് എന്ത് പറഞ്ഞേ? ഒരാൾക്കെതിരെ അങ്ങനെ അലിഗേഷൻ പറയാൻ പാടൂ, ഒരാൾക്കെതിരെ പറയുമ്പോൾ മറ്റതല്ലേ മറിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്ത് അവിടെ കിടന്ന് മെഴുകിയ ആള്. ഇന്നലെ രാത്രി അനുമോള് ഈ സംഗതി ഈ വെട്ടലത്തരം വിളിച്ച് പറഞ്ഞപ്പോൾ ഇവനൊക്കെ അവിടെ അത് കേട്ട് നിന്ന് ഓഹോ ഷോ കണ്ടു നിന്നാണോന്ന് ചോദിച്ച ആള്.
ആദില കൂട്ടത്തിൽ എന്ത് പറഞ്ഞ് അരമണിക്കൂർ വെച്ചിട്ട് അഭിലാഷ് ഇട്ട് കൊടുത്തേ മറ്റേ അഭിലാഷ് ഇന്നും മറ്റേ അനുമോള് പറഞ്ഞ സത്യാന്ന് വിചാരിച്ച് നടക്കുന്ന പരിപാടിയാണ് അഭിലാഷ് കാണിച്ചിട്ടുള്ളത്. ഷാനവാസ് ഇന്നലെ ഈ സാധനം ഇട്ടതിന് ശേഷം ഇന്നത് കയ്യിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ ഷാനവാസ് ഒരു അക്ഷരം ഇന്ന് ഈ വിഷയത്തിൽ അവിടെ ഇരുന്നിട്ട് മിണ്ടിയിട്ടില്ല. വെറുതെ അവിടെ പോയിട്ട് ഡാൻസ് കളിക്കുന്നവരെ ഭിന്നിക്കിട്ട് കൊട്ടിയപ്പോൾ അവിടെ പോയി 2 കൈയും കൊട്ടി തിരിച്ചു വന്നതല്ല. പിന്നെ ഷാനവാസിന് സംഗതി മനസ്സിലായി ഇത് പണിപാളും, അതുകൊണ്ട് ഷാനവാസ് മെല്ലെ വിട്ടു. ഇതാണ് ഇതിന്റെ തുടക്കം വരുന്നത്. ഇന്ന് രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് അനുമോൾ ഇന്നലെ ഇത് അടിച്ചല്ലോ. അനുമോൾ അടിച്ചിറക്കിയപ്പോഴത്തേക്ക് ഈ അനുമോൾ സപ്പോർട്ടിങ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിനകത്തൊക്കെ കടന്ന് കറങ്ങുന്ന ഒരു വിഷ്വലും കൂടി എനിക്ക് കുറച്ച് പേര് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ വിഷ്വലും കൂടി ഞാനത് ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ദിസ് ഈസ് എ 0 വിഷ്വൽ. ഒരാൾ വരുന്നു, ആര്യം കിടന്നുറങ്ങുന്നു, ആര്യൻ എന്ത് ചെയ്യുന്നു, പുതപ്പ് മാറ്റുന്നു, പോകുന്നു. ഇത്രേ വിഷ്വലുള്ളൂ. മനസ്സിലായില്ലേ? ഈ വിഷ്വൽ കൂടുതൽ ഇതിനകത്ത് ഒരു അണ്ടി ഇതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഭൂതക്കണ്ണാടി സ്കാനർ എന്ന് മുതലാണ് എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ സീസൺ കഴിഞ്ഞു വന്ന ഒരാളാണ്. എനിക്ക് റിയലി നോ കഴിഞ്ഞ സീസണിൽ പുറത്തുനിന്ന് ഉണ്ടായതും കാര്യങ്ങൾ പറഞ്ഞതും ഒക്കെ ആയിട്ട് ഇപ്പോഴും സഫർ ചെയ്യുന്ന ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായില്ലേ? ഇതിനൊരു ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടായി, ഒരു 2 പേരും ഉമ്മ വെച്ചു, എന്താ പ്രശ്നം? ഗിസയിലും ആര്യനും തമ്മിൽ ഉമ്മ വെച്ചാ അനുമോളെ എന്ത് കൊഴിഞ്ഞാടി പോയി അനുമോളെ? അല്ലെങ്കിൽ ഈ പറഞ്ഞ മസ്താനിക്ക് മറ്റേ പരിപാടി അതൊക്കെ വരാം, അതിലേക്കൊക്കെ കൃത്യമായിട്ട് വരാം. മോൾക്ക് അല്ലെങ്കിലും ഈ സീസണിൽ പുതപ്പിന്റെ അടിയിൽ രഹസ്യം അറിയാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. ഇതിന് മുന്നേ ജിസേല് കടന്നുറങ്ങുന്ന സമയത്ത് മുഖത്ത് എന്ത് ചെയ്യും അപ്പോഴും പുതപ്പിന്റെ അടിയിലാണ്. അല്ല ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ, ഇതിന് സീരിയൽ ഇല്ലെങ്കിലും അഭിനയം ഇല്ലെങ്കിലും ബിഗ് ബോസ് കഴിഞ്ഞാലും ജീവിക്കും, കമ്പിക്കഥ എഴുതിയിട്ടും ജീവിക്കും. അല്ലെങ്കിൽ ഞാൻ പച്ചയ്ക്ക് പറയും, കമ്പിക്കഥ എഴുതി ജീവിച്ചോളും. ഇങ്ങനത്തെ പരിപാടിയൊക്കെ പറഞ്ഞുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നാണോ മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിപാടി പറഞ്ഞുണ്ടാക്കുവോ? കുൽസിത അമ്മായി എന്താ ഇപ്പോൾ പറയേണ്ടത്? ഇതിലും കൂടുതൽ നല്ലൊരു വാക്ക് ഇവളെ കുറിച്ച് പറയാനില്ല. ഞാൻ കൂടുതലിനെ കൊണ്ട് ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്ക് പൊട്ടിയാൽ ഞാൻ വേറെ വല്ലതും വിളിച്ചു പറയും. അമ്മ അതൊരു വൃത്തിയാണ് ഇല്ലേ? ഈ ഒരു കാര്യത്തില് PR വർക്കേഴ്സിനെ കമ്പിമോൾ സപ്പോർട്ടേഴ്സിനെ പറയാൻ പറ്റും. അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും ഇതിനും പറയാനില്ല. കാരണം ഇപ്പൊ ഞാൻ പറയാം, പുറത്ത് നിൽക്കുന്ന തേർഡ് ഐ പെർസ്പെക്റ്റീവിൽ നമുക്ക് ചിലപ്പോൾ ഇത് കാണുന്ന സമയത്ത് പല അസംഷൻസും പല കാര്യങ്ങളും പറയാം. ഇത് അതിനകത്ത് ഇപ്പൊ ഞാൻ പറയാം, കഴിഞ്ഞ കൊല്ലം പുറത്തുനിന്ന് റിവ്യൂ ചെയ്ത് അകത്ത് കയറിയ ഒരാളാ. പുറത്തുനിന്ന് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ്ലീഡിങ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ട് ചെയ്തിട്ട് ഉള്ളിൽ കയറിയപ്പോഴാണ് ഐ റിയലൈസ്ഡ് ഇതല്ലല്ലോ, പുറത്ത് വരുന്ന ആസ്പെക്ട്സ് വ്യത്യാസം ഉണ്ടല്ലോ. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇതിന്റെ ഷിഫ്റ്റ് കണ്ടത്. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഈ സംഗതി ഒന്നും അല്ല. നമ്മൾ പുറത്തുനിന്ന് ഒരു തേർഡ് ഐ പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ ഒരു ക്യാമറേന്റെ ആംഗിൾ മാറിയാലോ, ഒരു ക്യാമറ ഫോക്കസ് ചെയ്യുന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിക്കഴിഞ്ഞ് എന്ത് മാറി, ആസ്പെക്ട് ചേഞ്ച് ആയി, പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയി. പക്ഷെ അതുപോലെ അല്ല അതിനകത്തിരുന്നുകൊണ്ട് ഒരാൾ അപരാധം പറയുന്നത്. അതും കണ്ടിട്ടും കൂടി ഇല്ല, അത് കണ്ടിട്ടില്ല, ഇതിനൊരു ക്ലാരിറ്റി ഇല്ല. ഇതിപ്പോ എന്താന്ന് വെച്ചപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരിനിപ്പോ കിസ് ചെയ്താൽ പോലും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് ഇത്രയും തോന്നെ ആളുകൾ അവിടെ ഉണ്ടായിട്ട് അവരാരും ഈ അറിഞ്ഞിട്ടില്ല. ഈ അനുമോളൊരു മനസ്സിൽ എന്തായിരിക്കും ആലോചിക്കുക, അത് മനസ്സിന്റെ കുഷ്ടം എന്നതിന് പറയാൻ പറ്റുള്ളൂ. കിടന്നുറങ്ങുമ്പോ അപ്പത്തെ കട്ടിന്റെ ഉള്ളിൽ എന്ത് നടക്കണു, ആ പുതപ്പിന്റെ അടിയിൽ എന്ത് നടക്കണു. ഞാൻ ഇന്നലെ മറ്റേ പെൺകുട്ടിയും കൂടി ഇല്ലാത്തോണ്ട് എനിക്ക് സുഖമായി നോക്കാൻ മറ്റേ ശൈത്യം ഇല്ലാത്തോണ്ട് ഞാൻ സുഖമായി നോക്കിയെന്നുള്ളൂ. അല്ല റെനേന്റെ കാര്യത്തില് ഇത് മസ്താനിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. മസ്താനിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളംകുത്ത് കലക്കല് എന്നുള്ളത് ഇന്റർവ്യൂവിൽ കാണിച്ചിട്ടുള്ള പരിപാടിയാണ്. ഇതേ പരിപാടി അവിടെ അത് സ്ട്രാറ്റജി ആയിരിക്കാം, ചെയ്ത പരിപാടി ആയിരിക്കാം, എന്തോ ആയിരിക്കാം. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്. റെനേന്റെ കാര്യത്തിലൊക്കെ ഞാൻ വീണ്ടും പറയുന്നു, റെന ഇങ്ങോട്ട് ചൊറിഞ്ഞു, റെനക്ക് എന്ത് ചെയ്തു, അങ്ങോട്ട് ചൊറി കിട്ടി. അല്ലല്ല, റെനേന്റെ കാര്യങ്ങളൊക്കെ റെന അതിനകത്തിരുന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മസ്താനി പോയി പറഞ്ഞത്. അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ റെന ഈ അനുമോക്ക് മസ്താനി ഇട്ട് കൊടുത്ത ഒരു ഐറ്റം. ഈ അനുമോക്ക് എവിടുന്ന ധൈര്യം വന്നതെന്ന് മനസ്സിലായോ? മസ്താനി അതിന്റെ ക്ലിയർ വിഷ്വൽസ് ഞാൻ കാണിച്ചുതരാം. ഇവക്ക് ധൈര്യം വന്ന വിഷ്വൽസ് ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുക, അവിടെ അങ്ങനെ കച്ചറ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുക. അത് ജിഷിൻ അവിടെ പോയിട്ട് ഒരു കൺഫ്യൂഷൻ ഇട്ട് കൊടുത്തു. ജിഷിൻ എന്ന് പറഞ്ഞ ഈ വെറും കൊളവാഴ അമ്മാവൻ ആകെ കണ്ടിട്ടുള്ള എന്താ അറിയോ, ഗിസയിലും ആര്യനും കിടക്കുമ്പോ അനുമോള് കിറ്റ് ചോദിച്ചു പോകുന്ന സമയത്ത് ആ ഡ്രസ്സ് പൊങ്ങുന്ന അല്ലാതെ ഈ ഊള ഒരു ലക്കി അമ്മാവൻ കണ്ടിട്ടില്ല. ഈ സദാചാര അമ്മാവൻ ഈ പുണ്ട മോനാകെ കണ്ടത് ഇത് മാത്രമാണ്. ഇവൻ ഇന്നിട്ട് അവിടെ കടന്നിട്ട് ഈ സാധനം മൊത്തത്തിൽ തിരിച്ചുവൻ. ഇവനെങ്ങനെ തിരിക്കണ അറിയോ? ഇത് കണ്ടതിനാണ് ഇവൻ അവിടെ ഇവനൊക്കെ സത്യം പറയും, ഇവനൊക്കെ ഏതെങ്കിലും ഒരാളെ റോട്ടിന് മുകളിൽ ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ പോയി പിടിച്ചിട്ട് ഇവൻ തനി സദാചാരം മറ്റത് കളിക്കൂലോ. ഇവനൊക്കെ ഓൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആ ടിവിന്റെ മുന്നിൽ നിന്നിട്ട്. അതൊക്കെ ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാറി പരിപാടിയാണ് കാണിക്കും. അത് കണ്ടിരിക്കും ഞങ്ങള്.
ആ കാര്യത്തിൽ ആകെ വാക്കൗട്ട് ചെയ്തു പോയത് ഈ അക്ബർ മാത്രമാണ്. അക്ബർ ഇതൊക്കെ കാണാൻ വഴിയില്ലാതെ അക്ബർ പോയി വേദലക്ഷ്മി മാറിയിരുന്നു. ബാക്കിയുള്ളവർക്ക് ക്യൂരിയോസിറ്റി ആണ് ബാക്കിയുള്ള ഞങ്ങൾക്ക് ഇതെന്താ നടന്നെന്നുള്ളത് കാണാൻ വേണ്ടിട്ട്. ഇതിന് ക്ലാരിറ്റി ഇല്ല. എന്നിട്ട് എന്താ ചെയ്യുന്ന അറിയൂത്, ഇതെന്തോ വലിയ കണ്ടന്റ് പോതിരി ജിഷിൻ അവിടെ പോയിരുന്ന് കൺഫ്യൂഷൻ ആക്കുക. അപ്പോഴും ആര്യം പറയുന്നുണ്ട്, ഞാന് റന ഫാത്തിമ ശൈത്യ ഗിസേല് 4 പേരും കൂടി ഇരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് അനുമോള് മാറ്റിയിട്ട് അത് 2 ആളെ തലേക്കിട്ട്. അത് കഴിഞ്ഞിട്ട് അനുമോക്ക് തന്നെ ക്ലാരിറ്റി ഇല്ല ഇത് എപ്പോഴാ കണ്ടേ എന്താ കണ്ടെന്നുള്ളത്. മസ്താനി ആണെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടേ കൂടുതൽ ഈ പറഞ്ഞ ജിഷിനോ മസ്താനിയോ വേദലക്ഷ്മിയോ സാബുമേനോ കണ്ടിട്ടില്ലല്ലോ. അവരവിടെ വന്നിട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കുന്ന കാണുമ്പോ അവർക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് ഒരു ഷോ വെച്ച പോലെ അതെ അതെ ഞങ്ങള് കണ്ടു സംശയിപ്പിക്കുകയാണ്. അല്ല അത് പറഞ്ഞു, അല്ല അത് ആര് പറഞ്ഞറിയോ, ആര്യൻ ഇന്ന് സംസാരിക്കുമ്പോ കൗച്ചിന്റെ കോളെന്ന് പറഞ്ഞു ഇവർക്ക് ബിഗ് ബോസ് കാട്ടി കൊടുത്തിട്ടുണ്ടാവുന്നു. ഒരു സ്പെഷ്യൽ ക്ലിപ്പ് കാണിച്ചു കൊടുക്കുന്നില്ല. ഈ പറഞ്ഞ ആളുകളൊക്കെ ഇവിടെ 24/7 നമ്മൾ കണ്ട പോലെ തന്നെ ലൈവും എപ്പിസോഡും കണ്ട് കയറിയതാണ്. ഞാൻ വൈൽഡ്കാർഡായി കയറിയ ഒരുത്തരാ. എനിക്ക് ആകെ ഗാരവന്റെ അകത്തുനിന്ന് അവര് പറഞ്ഞു തന്നത് ഗെയിം ഇപ്പൊ എങ്ങനെയാണ് വീട്ടിൽ നടക്കുന്നത്, യു ക്യാൻ ഓപ്റ്റ് 6 അടിക്കണ്ട 4 അടിച്ച് കളിച്ചോ, വീടിനായിട്ട് അഡാപ്റ്റ് ചെയ്യ്, ഇത്രയൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കും. അല്ലാതെ ഒരാൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് ഒന്നും ബിഗ് ബോസിന്റെ ടീം കാണിച്ചു കൊടുക്കുന്നില്ല. ഇവരെ കാട്ടിക്കൂട്ടിനും മസ്താനിന്റെയും ജിഷിന്റെയും വർത്താനം കേട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്തോ പുതിയ അവര് വൈൽഡ് കാർഡ് എന്ന് പറയുമ്പോ എന്തോ ഇനിയിപ്പോ ഇവിടെ ഒന്നും നടക്കാത്ത കാരണം അവര് ചെന്ന് വേണം ഇനി പരിപാടി തീരുമാനാക്കാൻ എന്നുള്ള രീതിയിൽ ആയിക്കോട്ടെ ഗെയിം നമുക്ക് വിചാരിക്കാം. പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സാധനം ഇടാൻ പാടും അല്ലേ. പക്ഷെ അവര് ബിഗ് ബോസിന്റെ മക്കളായിട്ടൊന്നല്ലോ കയറി ചെന്നത്. അവരെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ മക്കളായിട്ട് വന്ന ഞങ്ങൾക്ക് എല്ലാം അറിയാം, ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. സ്പെഷ്യൽ ഷോ ഡെമോ കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ക്ലാരിറ്റിയിൽ ഇവർക്ക് അറിയണം. ഈ മസ്താനിന്റെ കയ്യിൽ നിന്ന് പോയി മസ്താനിക്ക് മനസ്സിലായി. മസ്താനി ലാസ്റ്റ് ഈ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് തലണി ബെഡ് കൊടുത്തിട്ട് അനുമോള് വന്ന സമയത്ത് മസ്താനി പറയണേ, നിങ്ങൾ ഞാൻ കണ്ടത് ജിഷിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവര് കിറ്റിന് വേണ്ടി വന്ന സമയത്ത് ഈ ഡ്രസ്സ് പൊക്കിയത് ഇത് മാത്രമേ മസ്താനിയും കണ്ടിട്ടുള്ളൂ. ഇതിലും കൂടുതലൊന്നും കണ്ണിൽ അനുമോളം മനസ്സിന്റെ പ്രശ്നമാണ് അത്. കാരണം നമ്മൾ ആ വീഡിയോ കാണുന്ന സമയത്തും നമ്മൾ അന്ന് എന്താ പറഞ്ഞത്, ഒരാൾ ഉറങ്ങി കിടക്കണോടത്ത് നിന്നാണ്ട് അത് ആദ്യം കണ്ട എല്ലാരും മനസ്സിൽ ഉറങ്ങി കിടക്കണോടത്ത് പോയി വിളിച്ചു എന്നുള്ളതാണ്. എനിക്ക് അനുമോളെ മനസ്സിലായോണ്ടാ ഞാൻ അന്ന് വീഡിയോ പറഞ്ഞേ, അനുമോൾ ഇത് പൊക്കി പിടിച്ച് വരും. അതാണ് നമ്മളന്ന് പറഞ്ഞതും അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അനുമോൾക്ക് അപ്പൊ തന്നെ കിറ്റ് വാങ്ങിക്കണം എന്ന് പറയാൻ തോന്നാൻ തന്നെ കാരണം ആ പുതപ്പിന്റെ അടിയിൽ ഒന്ന് പോയി നോക്കാനുള്ള ഒരു ആകാംക്ഷ തന്നെ ആയിരിക്കും. ഇനി ഇതാണ് സീൻ. ഇത് ക്രൂഷ്യൽ സീനാണ്. ഈ അനുമോക്ക് ധൈര്യം കൊടുത്തതും കിട്ടിയതും ഇവിടുന്ന ഇത് വരെ ആര്യനായിട്ട് കച്ചറ നടക്കുമ്പോൾ മസ്താനിന്റെ അടുത്ത് വന്ന് ഇത് കൺഫേം ചെയ്യാണ്. ആര് ഇവള് കൺഫേം ചെയ്യാണ്. പ്രൂഫ് നീ കണ്ടില്ലേ, നീ പുറത്തുനിന്ന് കണ്ടില്ലേ, ഞാൻ പറയട്ടാ ഈ സാധനമാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മസ്താനിയാണ് എന്ത് ചെയ്തത്, കൊളത്തി അടിച്ചു വിട്ടതും ലാസ്റ്റ് മസ്താനി അതിന്റെ അകത്തുനിന്ന് നൈസായിട്ട് ഊരി വന്നു. അതാണ് മസ്താനി ചെയ്തത്. മസ്താനിന്റെ 3rd റേറ്റ് ഗെയിമാണ് ആ മസ്താനിയെ കാണിച്ചിട്ടുള്ളത്. കാരണം അനുമോൾ ഈ പറഞ്ഞ പോലെ ഇത് എവിടെങ്കിലും അടിക്കാൻ നടക്കുമ്പോ ഓക്ക് പോയിട്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. മസ്താനിന്റെ ഗെയിം മസ്താനി കളിച്ചു, അനുമോൾ അതിൽ പോയി എന്ത് ചെയ്ത് ചാടി. പക്ഷെ അത് ചാടിയാലും ഒരു മിനിമം മാന്യതല്ലേ, മിനിമം അതാണ് സ്വയമായിട്ടൊരു മാന്യത ഉണ്ടാവുമല്ലോ. നമുക്കൊരു സെൽഫ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവില്ല, എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല എന്നുള്ളത്. ഇരുന്ന് ഡെമോ കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ എല്ലാരും കണ്ടില്ല. ഞാൻ പറയുമ്പോ ലാലേട്ടൻ വരുമ്പോ ആദ്യം ചോദിക്കുന്നത് ഒരു മോറൽ പോലീസിങ് സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർവേഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിന്റെ മുന്നിൽ സൊസൈറ്റിന്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ അടുത്ത് ഒരു ലേഡി അവിടെ ഇരിക്കുന്നുണ്ട്, ഗിസേൽ എന്ന് പറഞ്ഞ ലേഡി ഇരിക്കുന്നുണ്ട്, അപ്പുറത്തൊരു ചെക്കൻ ഇരിക്കുന്നുണ്ട്. ഈ രണ്ടും കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈറ്റങ്ങൾക്ക് ഇവിടെ ഈ ഉമ്മ വെക്കാനുള്ള ഉമ്മ വെച്ചത് അങ്ങനെയാണെങ്കിൽ ഞാൻ സ്നേഹം കയറി വന്ന സമയത്ത് ഞാൻ അവിടെ ഉമ്മ വെച്ചില്ലേ, നമ്മൾ ഉമ്മ വെച്ചില്ലേ? എന്തൊക്കെ പറയണം അതിനൊക്കെ? ഫാമിലി ഷോ അല്ലേ? ഭാര്യ ഭർത്താവിനാണെങ്കിൽ ഉമ്മയല്ലേ? ഉമ്മ വെക്കണേ എന്താ അത്ര വലിയ കുഴപ്പം? ഇത് ഉമ്മ വെച്ചു എന്ന് പറഞ്ഞ് അതോ വൃത്തികേട് പറഞ്ഞ് പറയുന്ന രീതിയാണ് അനുമോള്. പരിപാടികൾ കാണിച്ചു. അനുമോള് പറഞ്ഞതുണ്ടോ? ഞാൻ ഇത്രയും ദിവസം പറയാതിരുന്ന കാര്യമാണ്. ഇന്ന് മസ്താനി ഈ പുതപ്പിന്റെ കാര്യം ഇവിടെ മസ്താനി പിന്നെ പ്രവീണും പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് പ്രേക്ഷകർ കണ്ടു എന്ന്. ഒരു ദിവസം ജിസയില് അവനുമായിട്ട് സംസാരിച്ച് അടുത്ത് വന്നിട്ട് മോൻ മാത്രമേ കാണാണ്ടായിരുന്നുള്ളൂ. അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സംസാരിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോയി ചിരിച്ച് കളിച്ച് കിടന്നു. അത് കഴിഞ്ഞ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഞാൻ റൂമിലെത്തിയ ടൈമിൽ ഇവർ രണ്ടുപേരും ഇവൻ വിചാരിച്ചു ഞാൻ ഉറങ്ങി. ഞാൻ വന്നതുപോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പറയട്ടെ, വന്നതുപോലും അറിഞ്ഞില്ല. കാരണം എല്ലാവരും ഉറങ്ങിയ ടൈമായിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ
ശൈത്യം ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത് വന്നു, പിന്നെ അവൻ വീണ്ടും വന്നു, പിന്നെ ഇവർ ഫുൾ സംസാരിക്കുന്നുണ്ട്, സംസാരം മാത്രം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇവൻ നോക്കുന്നുണ്ട് ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന്. ഇവർ നോക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കിടന്ന ഉടനെ ഞാൻ പിന്നെ ഉറങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസമാണ് ഞാൻ പറയുന്നത്. നല്ല അടുത്ത വന്ന് കിടക്കുന്നത്. രണ്ടാമത്തെ ദിവസമാണ് ഞാൻ കണ്ടത് ഇവർ തമ്മിൽ വീണ്ടും വരുന്നു, ബെഡ്ഷീറ്റ് ആക്കിയിട്ട് വീണ്ടും നോക്കുന്നു. എന്താണ് ഇവർ വിചാരിച്ചു ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടെന്ന്. എനിക്കറിയില്ല. രണ്ടുപേരും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയായിരുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ ശരിക്കും ഇവർ തമ്മിലുള്ള പരിപാടികൾ ഞാൻ കണ്ടത്. പറഞ്ഞ വേറെ സെക്ഷനിൽ അതൊന്നും അല്ല ഞാൻ കണ്ടത്. ഒരു പെണ്ണ് ചെക്കന് അടുത്ത് വന്ന് ഇരുന്ന് എന്താണ് ചെയ്യുന്നത്? ഉമ്മ കൊടുക്കും, കിസ് ചെയ്യും. ഞാൻ സ്പേസ് തരാം. അപ്പൊ ഇവൻ നോക്കുന്നുണ്ട്, ഇവൻ എന്നെ ഇടയ്ക്ക് നോക്കുന്നു, അവൻ അപ്പുറത്തൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ക്യാമറ നോക്കും, ഇത് ക്യാമറ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല, നോക്കാത്തേന്ന് ഞാൻ നോക്കി. എന്റെ മദർ പ്രോമിസ്, ഞാൻ ക്യാമറ ഫുൾ വാച്ച് ചെയ്തു. ഒരു ക്യാമറ പോലും അവർക്ക് ഫോക്കസ് ഉണ്ടായിരുന്നില്ല. ഇനി അറിയില്ല ഒന്നും കണ്ടോ ഇല്ലെന്ന്. അല്ല, അനുമോളോട് അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടീനെ കല്യാണം കഴിച്ചു വിടണം. അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് നാട്ടിൽ കൂടി ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഇല്ലെങ്കിൽ പ്ലാച്ചിമോനെയും പിടിച്ച് ഇങ്ങനെ നടന്നിട്ട് സംഗതി തീരുമാനമാവും. പ്ലാച്ചിക്കുട്ടിനെയും പിടിച്ച് നടന്നിട്ട് അല്ല, ഒരാണും പെണ്ണും എന്താ ചെയ്യാ അടുത്ത് വന്ന അതവിടെ ചെയ്ത് മറ്റേ പരിപാടി. ഞാൻ പറയട്ടെ, ആണും പെണ്ണും അടുത്ത് വന്ന അപ്പൊ മറ്റേ പരിപാടിയാണെന്നുള്ളതാണ് അനുമോന്റെ അറിയോ. അനുമോളെ പ്രശ്നം എന്താ അറിയോ എനിക്ക്? അനുമോളെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോക്ക് ഈ ആര്യൻ ഗിസൈലിന്റെ കോംബോ ഒട്ടും പിടിക്കുന്നില്ല. അതിന്റെ കുരുപൊട്ടൽ അനുമോക്ക് നന്നായിട്ടുണ്ട്. ഈ കുരുപൊട്ടലിന്റെ മോള് കൂടി പിന്നെന്തായി, ഇതൊരു ക്യൂരിയോസിറ്റി ആയി. അതായത് ഇതെന്താണ് ഇവർ തമ്മിൽ എന്നുള്ളത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ഇത് ആലോചിച്ചൊക്കെ ഇവര് രണ്ടാളും എന്ത് ചെയ്യണമെന്ന് അറിയാൻ ബെഡിൽ ഓരോരുത്തരും ഉറങ്ങിയോ, ഓരോക്കെ എന്തൊക്കെ ചെയ്യണം, ഇതെല്ലാം വാച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതും പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് ആ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ആ ബെഡല മറ്റേ ജിഷിനെ അവിടെ കിടന്ന് അടിച്ച ഡയലോഗ് ഉണ്ട്. ഒരു ഡ്രസ്സ് എടാ ഞാൻ ആരെങ്കിലും പറഞ്ഞത് കറക്റ്റ് പോയിന്റാ. നമ്മളെ വീട്ടിലൊരാൾ ആരെങ്കിലും വരുമ്പോ ഇപ്പൊ എന്റെ അമ്മയാണെങ്കിലും അങ്ങനെ രാത്രി പെണ്ണുങ്ങൾക്ക് ഈ ഡ്രസ് ആണെങ്കിൽ ആണുങ്ങൾ നമ്മൾ ട്രൗസർ ഒക്കെ ഇട്ട് കിടന്നു നമ്മൾ എന്താ ചിലപ്പോ കയറി പോകുമ്പോൾ അടി മുണ്ടെടുത്ത് ആണെങ്കിലും പെണ്ണാണെങ്കിലും ചെയ്യണ കാര്യമാണ് ഇതൊക്കെ. ഒരു ഉളുപ്പില്ലാതെ ജിഷിൻ അവിടെ ഇരുന്നിട്ട് ഇത് പറയാനും മസ്താനി അവിടെ ഇരുന്ന് മസാല തേക്കാനും അനുമോൾ ഇവരെ ബലത്ത് കിടന്നിട്ട് ഇങ്ങനെ കമ്പിക്കഥ അടിച്ചിറക്കാനും എന്നിട്ട് ഇത് മറ്റേ സദാചാര പോലീസ് മാതിരി എല്ലാം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ സ്നേഹം കൊണ്ട് പുരട്ടിയ മാതിരി അല്ലാതെ നല്ലോണം കൊടുക്കണം തന്നെയാണ്. അല്ല, ഞാൻ പറയുന്നത് എന്താ പറയുക, ഒരു ഗിസൈൽ എന്ന് പറഞ്ഞ ഗിസൈലിനെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഗിസൈലിനെ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഞാൻ പറയും ഗിസൈലിന്റെ ആര്യനെ നമുക്ക് പറ്റിയിട്ടല്ലോ, ആര്യൻ ലാലേട്ടൻ പറഞ്ഞു നമുക്ക് കയറിതല്ലാൻ തോന്നുന്നുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഗിസൈൽ അവിടെ ഇരിക്കുകയാണ്. ഗിസൈലിന് പകരം നിങ്ങൾ ആലോചിക്കുക, ഇത് ഗിസൈൽ അനുമോളെ കുറിച്ചാണ് പറഞ്ഞത്. കേരളം കത്തില്ലേ? കത്തിച്ചിട്ടുണ്ടാവില്ലേ ഇവിടെ കേരളം? ഈ ഷോ നിർത്തിച്ചിട്ടുണ്ടാവില്ലേ? അനുമോൾ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടാവും? അനുമോൾ അവിടെ അപ്പൊ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഓടിയിട്ടുണ്ടാവും. ആത്മഹത്യ അപ്പൊ കൈ മുറിച്ച് കത്തിരുത്തിട്ട് അപ്പൊ തീരുമാനാക്കിയിട്ടുണ്ടാവും അനുമോള്. നിങ്ങൾ പിന്നെന്താ പറയാ, ഇതില് പലരും ചോദിക്കുന്നുണ്ട് ഗിസേൽ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല. അതിന് രണ്ട് ഓപ്ഷൻ ഞാൻ പറയാം, രണ്ട് കാര്യം ഞാൻ പറയുന്നത്. ഞാൻ എന്റെ പെർസ്പെക്ടീവ് പറയാം. ഇത് രണ്ട് ആംഗിളിലാണ് എടുക്കുന്നത്. ഒന്ന്, അവർക്ക് ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ട്. ഇത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആണെന്നുണ്ടെങ്കിൽ അടിച്ച അണ്ണാക്ക് തന്നീന്ന് ഗിസയിലോ ഒന്നിലേക്ക് ആ പെർസ്പെക്റ്റീവ് ആയിരിക്കാം. ഇനി അല്ല, സെക്കൻഡ് പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. ഗിസൈലിന്റെ ഒരു പിൻ പോയിന്റ് ചോദ്യം ഉണ്ട് അനുമോളോട് ചോദിച്ചത്. ഇഫ് ദാറ്റ് വാസ് നോട്ട് ഹാപ്പൻഡ് ആൻഡ് ദാറ്റ് വാസ് നോട്ട് ഇൻ ദ ക്യാമറ, വിൽ യു ക്വിറ്റ് ദ ഷോ? ഇത് ക്യാമറയിലും ഇല്ല, ഇത് എവിടെയും ഇല്ല എന്നുണ്ടെങ്കിൽ നീ അനുമോളെ ഷോ ക്വിറ്റ് ചെയ്യുമോ? അത് ഇട്ടുകൊടുത്തത് ഗിസൈലാണ്. ഗിസൈലാണ് ആ പോയിന്റ് ഇട്ടത്. അപ്പൊ ഗിസൈൽ ഒന്നില്ലെങ്കിൽ അത് ഗെയിമാണ്. അതായത് ഗിസൈലിന് അറിയാം എന്ത് ഇതൊന്നും നടന്നിട്ടില്ല. ഗിസൈലിന്റെ സീൻ എന്താ വെച്ചാൽ ഗിസൈൽ അത് കഴിഞ്ഞിട്ട് കൂളായിട്ട് അടുക്കള കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഗിസൈലിന്റെ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പാനി പോയിട്ട് നീ ഇല്ലെങ്കിൽ നീ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി ഇങ്ങോട്ടിന്റെ പൊന്നെ അഭിലാഷ് അഭിലാഷ് അതിനിടയിൽ കടന്നിട്ട് ഉണ്ട്. അഭിലാഷൊക്കെ എന്തിനു കടന്നാ തിളക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലൈഫിൽ ഇത്രയും അനുഭവിച്ചു വന്ന ഒരാളാണ് അഭിലാഷൊക്കെ. അഭിലാഷൊക്കെ ഈ പറഞ്ഞ മറ്റേ അനുമോളെ ഈ വർത്താനം കേട്ടിട്ട് പോയിട്ട് സീസൺ കഴിയണവരെ ഇന്നലെ പറഞ്ഞവരെ ഞാനെല്ലാം കണ്ട് മനസ്സിലാക്കി നിൽക്കുന്നുണ്ട്. കൊടുക്കേണ്ട സമയം കൊടുത്തത് കഴിയണവരെ ഇത് കണ്ടിരിക്കുന്ന കൊടുക്കേണ്ടത് ഇങ്ങനത്തെ റോങ് സാധനം കൊടുക്കും ചെയ്യും. എന്നിട്ട് ആകെ അടവടലും മൂഞ്ചി അക്ബർ ഇറങ്ങിപ്പോയി. പിന്നെ എനിക്കിന്ന് സത്യം പറഞ്ഞ ഒനിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയിന്റാ. ഇന്ന് അവിടെ വേദിയിൽ ഒനിയിൽ പറഞ്ഞ പോയിന്റ് ക്ലിയറാ.
പക്ഷെ ഒനിയിൽ ഡബിൾ സ്റ്റാൻഡ് എവിടെ പൊളിഞ്ഞറിയോ? ഇന്നലെ രാത്രി അനുമോൾ ഇത് പറയുന്നത് കേട്ടിട്ട് അവിടുന്ന് ഇളിഞ്ഞു കാട്ടി അത് കേട്ട് അതിന് സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒനിയിൽ ഇന്ന് കാണിച്ചത് ഡബിൾ സ്റ്റാൻഡാണ്. പക്ഷെ പറഞ്ഞ പോയിന്റ് കൃത്യമാണ് എന്നുള്ളതേ പറയാനുള്ളൂ. അതിലാകെ പോയിന്റ് പറഞ്ഞ 2 വ്യക്തികൾ ഇവർ മാത്രമാണ്. അനീഷ് സ്കൂട്ടായി, ബാക്കി എല്ലാവരും സ്കൂട്ടായി. ഒരു മനുഷ്യൻ എന്ത് ചെയ്തില്ല, പിന്നെ അടക്കം എന്ത് ചെയ്തില്ല, ഒരു മനുഷ്യൻ അത് ചീഞ്ഞൊരു പരിപാടി ഇതിൽ ഇടപെടാൻ വയ്യാത്തോണ്ടായിരിക്കണം അത് പറഞ്ഞല്ലോ. വളരെ കറക്റ്റാ. ഉമ്മ വെച്ചാൽ എന്താ പ്രശ്നം? ചോദിക്കേണ്ടത് ബാക്കി ബിഗ് ബോസിലൊക്കെ കാണിക്കില്ലേ? ഉമ്മ വെക്കാൻ രണ്ടാള് ബെഡിൽ കിടക്കാൻ പാടില്ല, ബിഗ് ബോസ് നിയമം ഉണ്ടാക്കും. ബെഡിൽ കിടക്കാൻ പാടില്ല, കെട്ടിപ്പിടിക്കാൻ പാടില്ല നിയമം ഉണ്ടാക്കും. ഉമ്മ വെച്ചാ എന്താ ഒരു ഇതിനുള്ള കണ്ടസ്റ്റൻസ് നമ്മളെക്കാളും കൂടുതൽ ബിഗ് ബോസിന്റെ ടീമിന് ഇത് കാണുന്നുണ്ടാവില്ല ഇവരെന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് വാണിംഗ് കൊടുക്കൂലേ? ഇതെന്ത് പരിപാടി ഇത്? ചുമ്മാ അനുമോളുണ്ടല്ലോ, അനുമോളുടെ മനസ്സിനകത്ത് കിടക്കുന്ന ചൊറിമൂക്ക് ഇങ്ങോട്ട് ഇളകിയിട്ട് എവിടെങ്കിലും കമ്പി അടിച്ചടക്കാം. അതല്ല പരിപാടി. അതായത് ഇന്റെ അമ്മേനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കൻഡ് ഒരു പെണ്ണിന്റെ ലൈഫ് വെച്ചിട്ട് എന്തൊക്കെയാ പറയണത്? ഞാൻ കരയിലില്ല, കരച്ചിൽ വന്നാൽ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് മാറി നിന്ന് ഞാൻ കുറച്ചേരം കരയുന്നില്ല. ശൈത്യക്ക് ഇന്ന് രാവിലെ മുതൽ ഇവള് ഈ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മേന്റെ സാധനം പറഞ്ഞു കൊടുക്കുന്ന ശൈത്യക്ക് മനസ്സിലായിട്ട് ശൈത്യക്ക് വെറുപ്പിക്കലായി ഏകദേശം തുടങ്ങുന്നുണ്ട്. ഇന്നലെ മുതലേ ശൈത്യ റിയാക്ട് ചെയ്യും. ശൈത്യ ഇന്നലെ മുതലേ പറയുന്നുണ്ട് ഇവള് ഈ കാണിക്കുന്ന മോശമാണ്. പിന്നെ അതിലും വലിയ കള്ളി നൂറേനോട് പോയിട്ട് ആരും ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. നൂറ ഒരു ശരിക്കും പ്രോഗ്രസീവ് ആണ്. ഞങ്ങൾ നിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. നമ്മളെ നാട്ടിൽ ബുള്ളി ചെയ്യുന്ന അറിയാവുന്ന ചിന്തിക്കുന്ന ഒരു നൂറി ആദില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നൊക്കെ ആദിലേന്റെയും മറ്റേ നൂറേന്റെയും വായിൽ അടുപ്പല് കൂട്ടിയതായിരുന്നു അതിന്റെ അകത്ത് കിടന്നിരുന്നേ. ഇത് അറിഞ്ഞിട്ട് ഒരു അക്ഷരം ചോദിക്കാനോ പറയാനോ അപ്പൊ എന്താ സത്യം അങ്ങനെ ചെയ്ത ആൾക്കാരാണ് ഇന്ന് ആദില നൂറിനോട് ഇന്നുണ്ടല്ലോ പരമ പുച്ചാണ് തോന്നിയത്. ആദില നൂറിനോട് ആദില നൂറിയും കാണിച്ച പരിപാടി ഇത് ഒന്നറിഞ്ഞു മിണ്ടിയില്ല. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബുള്ളിങ്ങും ഹരാസ്മെന്റും അവിടെ ഇരുന്നിട്ട് അവർ അനുഭവിക്കുമ്പോൾ ഒരു അക്ഷരം അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യം എന്നുള്ളത് അവരെ കൊണ്ട് പറ്റിയതുമില്ല. ഇതൊക്കെ പോട്ടെ, ടീം കളി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ നെഞ്ഞത്ത് കയറി പൊങ്കാല ആദിലിന് പറയും. ഇന്ന് സ്വന്തം ടീമിലാണ് അനുമോൾ എന്നുള്ളതുകൊണ്ട് ഇതിനും ഉണ്ടായിരുന്നു അല്ലെ? അതുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. സ്വന്തം ടീമിലാണെന്നുള്ളതുകൊണ്ട് ഉണ്ടാതിരുന്നു. ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് പറഞ്ഞിട്ടാണ് ഒരു ഭയങ്കര വലിയ വർത്താനം പറയുന്നിട്ട് ഗ്രൂപ്പായിരുന്നിട്ടാണ് ഇപ്പൊ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോളുടെ ധൈര്യം കണ്ടില്ല. മസ്താനി വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതാ ജിഷിനെയും ഒക്കെ കൂടെ കണ്ടതിന്റെ ഇവളെ കാര്യം സിമ്പിൾ ആണ്. ഇവരെ കണ്ടുകൊണ്ട് മാത്രല്ല, ഇവര് പുറത്തുനിന്ന് മറ്റത് കണ്ടു. അതാണ് അത് ഇവള് കാരണം. അതായത് ഞാൻ പോയി പൗച്ച് ചോദിക്കുന്നത് ആൾക്കാർ കണ്ടു. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി ഇവർ നമ്മൾ എന്തുകൊണ്ട്. അല്ല, ഇവള് ഈ CID പണി ചെയ്ത് പുറത്ത് സക്സസ് ആവുന്നുണ്ടെന്നുള്ളൊരു തോന്നലാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണെങ്കിലും എന്തായാലും ഞാൻ പറയുന്നത് ഈ ഷോന്റെ ക്രിയേറ്റേഴ്സും ലാലേട്ടനും ഒരു കാര്യം മനസ്സിലാക്കണം. അതെ, ഈ സദാചാരത്തിനെ എടുത്ത് ഒഴിവാക്കണതാണ് ഏറ്റവും നല്ലത്, ഷോക്ക് നല്ലത്. നമ്മളെ സൊസൈറ്റിക്ക് കൊടുക്കേണ്ട ഒരു റോങ് സാധനമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. മോറൽ പോലീസിങ്ങിലൂടെ പുറത്താണെങ്കിൽ കേസ് എടുക്കും, പിടിച്ച് അകത്തിടും, എന്തൊക്കെ ചെയ്യും. ഇവിടെ എത്രയോ കേസുകളിൽ ഇതിന് ജീവൻ പോയാൽ നിനക്ക് ഇതിനെ ജീവിതം അവസാനിപ്പിച്ച ആൾക്കാരുണ്ട് ഇവിടെ. മോറൽ പോലീസിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഇതിൽ വേണമെങ്കിൽ കേസ് എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട് എനിക്ക്. ഈ ചെയ്ത സദാചാര ഗുണ്ടായിസത്തിന് വേണമെങ്കിൽ കേസ് എടുക്കാം. ഇത് ഒരുമാതിരി അനുമോക്കല്ല ഇത് രണ്ടാൾക്കാർ കടന്നിറങ്ങുമ്പോ ആ പുതപ്പിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് പൊന്തിച്ചു നോക്കിയിട്ട് ആണ് ഈ വിളിച്ചു പറയണെന്നുള്ളതാണ് അതിന്റെ രസം. ബാക്കി എപ്പിസോഡ് എപ്പിസോഡിൽ നമ്മൾ കാണാത്ത ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ഉണ്ടാവും. അല്ല, ഇതില് അനുമോളെ തേനിട്ട് പൂട്ടിങ്ങനെ മെഴുക്കി വെക്കാനാണ് ബിഗ് ബോസിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നൈസ് ആയിട്ട് അങ്ങോട്ട് തേച്ചു. ബിഗ് ബോസിനേക്കാൾ കൂടുതൽ ഇതിന് തേനും പാലും ഒലിപ്പിക്കാൻ വരുന്നത് PR ടീംസ് ആയിരിക്കും. പക്ഷെ ആ PR ടീമില് ബിഗ് ബോസ് വീഴോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളെ പോലെ സാധാരണക്കാരായിട്ട് ഈ സീസൺ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുന്ന പ്രേക്ഷകരോടാ പറയുന്നത്. എന്ത് തീരുമാനം ബിഗ് ബോസ് എടുക്കും എന്നുള്ളതാണ്. അതെ, ഞാൻ ഒരു സീസണിലും ഇങ്ങനെ ഒരു മോറൽ പോലീസിങ് ഞാൻ കണ്ടു. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ സീസണില് 2 പേരെ കുറിച്ചിട്ട് അതിനകത്ത് പലരും പലതും പറയുന്നുണ്ട്. പക്ഷെ ഇതേപോലെ ഒരു മോറൽ പോലീസിങ്ങിന് ആരും പോയിട്ടില്ല. പരസ്യ കൂട്ട വിചാരണയാണ് ഇന്ന് സത്യത്തിൽ നടന്നിട്ടുള്ളത്. ഡെമോ കാണിക്കാന്നൊക്കെ പറഞ്ഞെങ്കിൽ അതിന്റെ ലെവൽ ഡെമോ ഒരു വട്ടല്ല, ജിഷിനും മറ്റോളും കാണിക്കുന്നു. അനുമോൾ ആ പുതപ്പ് വെച്ചിട്ട് പറഞ്ഞോ, അതല്ല അവരുപയോഗിച്ച് ആ പുതപ്പ് എടുത്തു. ഇതിനൊരു എക്സ്ട്രീം ലെവല്.
ശരിക്കും ഒരു ട്രോമറ്റൈസ്ഡ് ആയിപ്പോ ഒരാളെ ലൈഫ് തീരാൻ ഇത് മതി. ആരും പോയി കരയുന്നുണ്ട് അപ്പുറത്ത് പോയിട്ട് ക്യാമറ. ആണല്ലേ ആര്യന്റെ കണ്ണീരിനൊരു വാല്യൂ ഇല്ലേ? ആ ചെക്കന് ഇതൊന്ന് ആലോചിച്ച് നോക്ക്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പേരിലോ എന്തൊക്കെ കേൾക്കേണ്ടി വരും. അല്ല ആരും ഒന്നും വീട്ടിൽ കൊണ്ട് അടിക്കാൻ പോയി സത്യം പറഞ്ഞല്ലോ. ഈ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അല്ല ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ അറിയോ, ആനുമോളെ ചള്ള നോക്കി അല്ല അതല്ല ഷോ ഇതായി പോയാലും കുഴപ്പമില്ല, അടിച്ച് ചള്ള തിരിച്ചിട്ട് എന്നാ പോയി തെളിയിക്കടി പറഞ്ഞിട്ട് ഇറങ്ങി പോരാ. ഇതൊക്കെ ലാലേട്ടന്റെ എപ്പിസോഡ് കാണിക്കണം, ഫുള്ള് പ്രൂഫ് ആദ്യം മുതൽ അവസാനം. ഈ സാധനം വീഡിയോ വെച്ച് പ്രൂഫ് വെച്ച് ഈ മോറൽ പോലീസിങ്ങിനെതിരെ ഒരു സ്റ്റാൻഡ് ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സും ലാലേട്ടനും എടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന കയ്യടിയും മാസവും നിങ്ങൾക്ക് ഒരു സീസണിൽ ഒരാൾക്ക് കിട്ടാത്ത അത്രയും വലിയ കയ്യടി, അത്രയും വലിയ സാധനവും കിട്ടും. സൊസൈറ്റിക്ക് നിങ്ങൾ കാണിക്കേണ്ട റിഫ്ലക്ഷൻ അതാണ്. അതായത് സമൂഹത്തിൽ നടക്കുന്ന സദാചാര ഗുണ്ടായിസത്തിനെതിരെ ബിഗ് ബോസ് ടീമും ലാലേട്ടനും നിന്നു എന്ന് പറയുന്നതിലും വലിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ലോകത്തിന് കൊടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസും ഒരു സദാചാരത്തിന്റെ ഭാഗമാണ് സത്യം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിചാരിക്കേണ്ട അനുമോൾക്ക് ഒരു കപ്പ് അതന്നെ ഉള്ളൂ. അനുമോൾക്ക് ഒരു കപ്പ് മിക്കവാറും അങ്ങനെ തന്നെ. ഈ അനുമോൾക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പിക്കഥ എഴുതിയിട്ടാണെങ്കിൽ കമ്പിമോള് ജീവിക്കും. അത്ര ഉളുപ്പ് കെട്ട വർത്താനം ഉള്ളു അതിന്റെ ഉള്ളു പറഞ്ഞിട്ടുള്ളത്. അല്ല ഓളെ നോക്കിയാലടക്കം ഓക്ക് തീർന്നു. അക്ബറിനെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞ ഓളാണ് ഓള്. എന്നിട്ടാണ് പറയുന്നത്. എല്ലാരും മുന്നേ പറയുന്നതും ഡെമോ കാണിക്കൽ എന്തൊരു വൃത്തിയായിട്ട രീതിയിൽ അതൊക്കെ കാണിച്ചത്. ആൾക്കാരൊക്കെ എന്താ വിചാരിക്കുന്നത് പുറത്തുള്ള ആൾക്കാർ? ഇത് പക്ഷെ ഫാമിലി ഷോ അല്ലേ, കുട്ടികള് കണ്ടില്ലേ? അല്ല സീരിയല് കാണുന്ന സ്ഥിരം പ്രേക്ഷകർ അമ്മമാരും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും ഈ നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ ഈ മുഖത്തിന്റെ ബാക്കിലുള്ള ഇതിന്റെ മനസ്സിന്റെ കുഷ്ടം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കും. അല്ല കുറെ ആൾക്കാർ ഇപ്പോഴും മറ്റേതായിരിക്കും. ഇനി എന്താ പറയാ, അവര് ബോംബെ ഗ്യാങ് ആണ്, അവര് ആണെങ്കിൽ എന്താ അവരങ്ങനെ ലൈക്ക് ഇതൊന്നും ആണിനെയും പെണ്ണുമായിട്ട് എന്താ പറയാ തുടരുതേ. എടീ മനുഷ്യന്മാരാണ്, ഫ്രണ്ട്ഷിപ്പാണ്, ബോണ്ടുകളാണ്. അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം വൾഗാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ ചവിട്ടി പുറത്തിടും. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് വേണം. ബിഗ് ബോസിൽ പോയി വന്ന ഒരാളാണ്, എന്നിട്ടാണ് പിന്നെ എത്ര ആക്കാനുള്ളത്. അപ്പൊ അവരിപ്പോ അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒപ്പം നടക്കുന്ന നിഴല് ശൈത്യ വരെ അനുമോളോട് പറയേണ്ടത് നടന്നിട്ടില്ല. നിവിൻ അവരൊപ്പം ഇതേപോലെ പോയിരിക്കുന്ന ഒരാൾ, അവൻ പറയണില്ല. റെന ഫാത്തിമ പറയണില്ല. എന്നിട്ടാണ് ഈ ഊള ടീമുകൾക്ക് ഇത്രത്തോളം വിഷയം. അല്ല ഈ ആദില നൂറ ഒന്ന് അനുമോളോട് തെറ്റി വെക്കണം, അപ്പൊ അറിയാം അനുമോൾക്ക് എന്തൊക്കെയാണ് ഇവരെ പറ്റി പറയാനുണ്ടാവുക എന്നുള്ള സ്വഭാവം. ബെസ്റ്റ് നല്ല ആളാ. ശൈത്യനെ കുറിച്ച് വരും, കാരണം ശൈത്യം. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇത് വേണ്ട എപ്പിസോഡ് ബാക്കി അപ്പുറത്തെ അടുത്തേല്